നമ്മളിന്ന് സൗദി പ്രോമെട്രിക്കിൻ്റെ റീസെൻ്റായിട്ട് മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ക്വസ്റ്റ്യൻസ് നമ്മൾ സാധാരണ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യുന്നതുള്ള ഒരു പ്രോപ്പർ പാറ്റേണിലൊന്നും ഉണ്ടാവില്ല. ഓക്കെ, എന്ന് വെച്ചാൽ അതിനതിൽ ഗ്രാമാറ്റിക്കൽ എറേഴ്സും സ്പെല്ലിംഗ് മിസ്റ്റേക്സും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞില്ല, മെമ്മറി ബേസ്ഡ് ആണ്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ക്വസ്റ്റ്യൻസിനകത്ത് ഒരു എന്താ പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് വേയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരിക്കത്തില്ല. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, ഈ അടുത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അത് റിപ്പീറ്റ് ചോദിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഓക്കെ, സോ അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, പഠിച്ചു കഴിഞ്ഞാൽ നേട്ടമാണ്. ഇനിയും എഴുതാൻ പോകുന്നവർ, പുതിയതായിട്ട് എഴുതാൻ പോകുന്ന സൗദി പ്രോമെട്രിക്ക് എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യൻസ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ആ രീതിയിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. Client with cystic fibrosis is taking pancreatic enzyme. The nurse should administer this medication once a day in the morning, 3 times a day with meals, once a day at bedtime, 4 times a day. അല്ലേ? അപ്പോൾ എന്താ ചോദ്യം? സിസ്റ്റിക് ഫൈബ്രോസിസ്. ഓക്കെ, സിസ്റ്റിക് ഫൈബ്രോസിസ് ഉള്ള ഒരു പേഷ്യൻറ്റ് പാങ്ക്രിയാറ്റിക് എൻസൈംസ് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം എപ്പോഴാണ് അത് എടുക്കേണ്ടതെന്നാണ് ചോദ്യം. സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ക്രോണിക് മൾട്ടി സിസ്റ്റം ഡിസോർഡറാണ്. ഇത് ഒരു പർട്ടിക്കുലർ ഓർഗനെ അല്ല, ഒന്നിൽ കൂടുതൽ ഓർഗൻസിനെ ഇത് ബാധിക്കാറുണ്ട്. ജനറലി ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ എക്സോക്രൈൻ ഗ്ലാൻഡിൻ്റെ ഡിസ്ഫങ്ഷനാണ്. നമുക്കറിയാം എൻഡോക്രൈൻ ഗ്ലാൻഡ്സും എക്സോക്രൈൻ ഗ്ലാൻഡ്സ് ഒരുപാടുണ്ട്. എക്സാമ്പിൾസ് ഈ പാങ്ക്രിയാറ്റിക് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്ന എക്സോക്രൈൻ പാങ്ക്രിയാസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്വെറ്റ് ഗ്ലാൻഡ് അല്ലേ, എക്സോക്രൈൻ ഗ്ലാൻഡാണ്. സെബേഷ്യസ് ഗ്ലാൻഡ് എക്സോക്രൈൻ ഗ്ലാൻഡാണ്. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. മനസ്സിലാക്കുക, ഇവിടെ സാധാരണഗതിയിൽ എക്സോക്രൈൻ ഗ്ലാൻഡ്സ് സെക്രീറ്റ് ചെയ്യുന്ന സെക്രീഷൻസ് ഒരു ട്യൂബ് വഴിയാണ് അത് എത്തേണ്ടടുത്തോട്ട്, ഇവിടെ ടാർഗറ്റ് ഏരിയയിലോട്ട് എത്തുന്നത്, അല്ലെ പുറത്തോട്ട് സെക്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ മനസ്സിലാക്കുക. ഇവിടുത്തെ പ്രശ്നം ഇവരുടെ സെക്രീഷൻസ്, എക്സോക്രൈൻ ഗ്ലാൻഡിൻ്റെ സെക്രീഷൻസ് ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ കുറച്ച് തിക്കായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ കണ്ടമാനം ഓവർ സെക്രീറ്റ് ചെയ്യപ്പെടും, സെക്രീഷൻസ് കണ്ടമാനം തിക്കാവുകയും ചെയ്യും. ഓക്കെ, ആ രീതിയിൽ ഒബ്സ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. മെയിനായിട്ട് 3 ഏരിയ ആണ് പ്രധാനമായിട്ട്. പല ഇത് എക്സോക്രൈൻ ഗ്ലാൻഡ്സ് ഉള്ള ഏരിയാസിനെ എല്ലാം ബാധിക്കുമെങ്കിലും കൂടുതലായിട്ട് ബാധിക്കപ്പെടുന്നത് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, പിന്നെ അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ആ ഏരിയയൊക്കെ പ്രധാനമായിട്ട് ബാധിക്കും. ഓക്കെ, പെട്ടെന്ന് ഓർക്കുന്നൊരു കാര്യം, സ്കിന്നിൽ സ്വെറ്റ് ഗ്ലാൻഡ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കണ്ടമാനം സ്വെറ്റിൽ ക്ലോറൈഡ്സിൻ്റെ അളവ് കൂടുതലായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ക്ലോറൈഡ്സ്, സോഡിയത്തിൻ്റെയും ക്ലോറൈഡിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് സ്വെറ്റ് ടെസ്റ്റ് എന്ന് പറയും. ഓക്കെ, ഇത് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നൊരു ടെസ്റ്റാണ് സ്വെറ്റ് ടെസ്റ്റ്. ഞാൻ ഒരുപാട് കൂടുതൽ പോകുന്നില്ല, അങ്ങനെ നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻസിന് എണ്ണം കുറയും. ഓക്കെ, അതുകൊണ്ട് ഞാൻ കുറയ്ക്കുകയാണ് എക്സ്പ്ലനേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന കാര്യം ഇതാണ്, 3 പ്രധാനപ്പെട്ട ഓർഗൻസിനെ സിസ്റ്റത്തിനെ ഇത് ബാധിക്കുമ്പോൾ ഇവിടെ ഇത് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ സിസ്റ്റത്തിനെ ബാധിക്കുമെന്ന് ഞാൻ പറഞ്ഞു. പ്രധാനമായിട്ട് പാങ്ക്രിയാസിനെയൊക്കെ ബാധിക്കും. ഓക്കെ, അപ്പോൾ പാങ്ക്രിയാസിനെ ബാധിക്കുമ്പോൾ എക്സോക്രൈൻ പാങ്ക്രിയാറ്റിക് ജ്യൂസ് അല്ലേ, നമുക്കറിയാം പാങ്ക്രിയാറ്റിക് ജ്യൂസിലുള്ള മറ്റേ ട്രിപ്സിനോജനും ഗൈമോട്രിപ്സിനോജനും ലിപ്പേസും അമൈലേസും ഒക്കെ കൂടെ ചേർന്നിട്ടാണ് കാർബോഹൈഡ്രേറ്റിൻ്റെയും ഫാറ്റിൻ്റെയും പ്രോട്ടീൻ്റെയൊക്കെ ഡൈജഷൻ നടത്തി തരുന്നത് അല്ലേ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഡൈജഷൻ നടത്തുന്നത്. അപ്പോൾ ഇത് സെക്രീഷൻസ് കയറി തിക്കാവുന്നതിലൂടെയും ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുന്നതിലൂടെയും പാങ്ക്രിയാറ്റിക് ജ്യൂസിൻ്റെ കുറവോടെ ഉണ്ടാകുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇൻഡൈജഷൻ ഉണ്ടാകാം, ദഹനക്കേടുണ്ടാകാം. സോ അതുകൊണ്ട് ആർട്ടിഫിഷ്യലായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക സിന്തറ്റിക് ആയിട്ട് പാങ്ക്രിയാറ്റിക് ജ്യൂസ് ആർക്ക് കൊടുക്കേണ്ടി വരുന്നു? സിസ്റ്റിക് ഫൈബ്രോസിസ് ഉള്ള പേഷ്യൻറ്റിന് കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? അതാണ് ഇവിടുത്തെ ചോദ്യമായിട്ടുള്ള ബന്ധം. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് എപ്പോഴൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് നമുക്കറിയാം. ഈ ജ്യൂസിൻ്റെ ആവശ്യം, പാങ്ക്രിയാറ്റിക് ജ്യൂസിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹിപ്പിക്കുക എന്നുള്ളതാണ്. എന്താണ്? ആഹാരത്തിനെ ദഹിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മീൽസിൻ്റെ കൂടെയാണ് ഇത് കൊടുക്കേണ്ടത്. മനസ്സിലായോ? ഐഡിയലി 3 പ്രാവശ്യം. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെയാണ് മാച്ച് ആവുന്നത് 3 times a day വിത്ത് മീൽസ്. മനസ്സിലാവുന്നുണ്ട്? അതാണ് ഇവിടുത്തെ ബെസ്റ്റ് ആൻസറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മറ്റൊരു കാര്യം, ഇതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് സൗദി പ്രോമെട്രിക്, അതുപോലെ തന്നെ Nclex, DHA, HAAD, MOH, NHRA, PSMU പോലുള്ള എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ക്രാഷ് കോഴ്സസ് അവൈലബിൾ ആണ് നമ്മുടെ Nursingflix ലെക്ചേഴ്സ് ആപ്പിൽ. പ്ലേസ്റ്റോറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഐഫോൺ അല്ലെങ്കിൽ iOS യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് വെബ്സൈറ്റിൽ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. പിന്നെ DHS, AIIMS പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് റെഗുലർ ക്ലാസ്സസ് ആപ്ലിക്കേഷനിലും ഏത് സമയത്തും അറ്റൻഡ് ചെയ്യാവുന്ന രീതിയിൽ, അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസും അവൈലബിൾ ആണ്. നമ്മുടെ വാട്സപ്പ് കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിലോട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ,
A patient with the discharge instructions to take an tetracycline. Okay, അതൊന്നും കറക്റ്റ് ഓർഡറിലല്ല. Which of the following drinks should the patient avoid? Orange juice, milk, coffee. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആ ഒരു രീതിയിൽ ഒരു പ്രോപ്പർ അറേഞ്ച്മെൻ്റ് ഒന്നും അല്ല, സീക്വൻസോ അല്ലെങ്കിൽ ഗ്രാമറോ ഒന്നും പ്രോപ്പറായിട്ട് ഇത് ചെയ്തിട്ടില്ല. പക്ഷേ എന്തായാലും ഭാഗ്യമാണ്, നമുക്ക് ഇങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കണ്ടന്റ് കിട്ടിയാൽ മതിയില്ല. ഇതുപോലെ ക്വസ്റ്റ്യൻ നമ്മൾ എന്തായാലും അവിടെ കാണും, നമുക്ക് മാർക്ക് സമ്മാനിക്കും. അത് മാത്രം നോക്കിയാൽ മതി. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പേഷ്യൻ്റ് ടെട്രാസൈക്ലിൻ എടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് ഒഴിവാക്കേണ്ടതെന്നാണ്, ഡയറ്റിൽ ഒഴിവാക്കേണ്ടതെന്നാണ് ചോദ്യത്തിൽ അർത്ഥം അല്ലേ? ഓറഞ്ച് ജ്യൂസാണോ, മിൽക്കാണോ, കോഫിയാണോ? അവിടെ എടുത്തു പറയേണ്ട കാര്യം മിൽക്കാണ്. മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഈ അയൺ സപ്ലിമെൻറ്റ് കൊടുക്കുമ്പം പഠിച്ചിട്ടുണ്ടാവും, അയൺ ഡെഫിഷ്യൻസി, അനീമിയ പഠിക്കുന്നതൊക്കെ സമയത്ത് നമ്മൾ പറയാറുള്ള അതേ ഒരു ലോജിക്ക് തന്നെയാണ് ഇവിടെ. എന്ന് വെച്ചാൽ അയണിൻ്റെ കൂടെയും നമ്മൾ ഈ മിൽക്കും ആൻറ്റാസിഡ്സും ഒന്നും കൊടുക്കത്തില്ല. കാരണം അത് അതിൻ്റെ അബ്സോർപ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യിപ്പിക്കുമെന്ന് പറയുന്നത്. അതേ കാരണം തന്നെയാണ് ഇവിടെയും നമ്മൾ ടെട്രാസൈക്ലിൻ്റെ കൂട്ടത്തിൽ ഇത് കൊടുക്കാൻ പാടില്ല, മിൽക്ക് കൊടുക്കാൻ പാടില്ല. മിൽക്ക് മാത്രമല്ല, മിൽക്കും ആൻറ്റാസിഡ്സും ഒന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറയും. അതിൻ്റെ കാരണം ടെട്രാസൈക്ലിൻ്റെ അബ്സോർപ്ഷനെ ഇത് ബാധിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, സോ മിൽക്ക് കാണുമ്പോൾ ഒന്ന് പരിഗണിച്ചേക്കുക. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, മിൽക്കാണ്. ഓക്കെ, അപ്പോൾ അത് കിട്ടി, 2 ക്വസ്റ്റനായി. ഇനി അടുത്തത്, വജൈനൽ അസസ്മെൻറ്റ് ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പ്ലാസൻറ്റ പ്രീവിയ, അബ്രപ്ഷ്യോ പ്ലാസൻറ്റ, ഹെഡാറ്റിഡിഫോം മോൾ, എക്ടോപിക് പ്രഗ്നൻസി അല്ലേ? അപ്പം മനസ്സിലാക്കേണ്ട കാര്യം, ഏറ്റവും യോജിക്കുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ പ്ലാസൻറ്റ പ്രീവിയാണ്. നമ്മളത് തിയറി ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാനത് എടുത്ത് പറയാറുള്ളതാണ്. പ്ലാസൻറ്റ പ്രീവിയയിൽ ഉള്ള പേഷ്യൻറ്റിൽ വജൈനൽ അസസ്മെൻറ്റ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്, അങ്ങനെ തന്നെ പറയാറുള്ള. അതിന് കാരണം പ്ലാസൻറ്റ പ്രീവിയയും അബ്രപ്ഷ്യോ പ്ലാസൻറ്റയും തമ്മിലുള്ള ബേസിക് വ്യത്യാസം നിങ്ങൾക്കറിയാം. പ്ലാസൻറ്റ പ്രീവിയയിൽ പ്ലാസൻറ്റയുടെ ഇംപ്ലാന്റേഷൻ, അത് എന്താ പറയുന്നത്, ഉറയ്ക്കുന്നത് സ്ഥാനം തെറ്റിയിട്ട് താഴെ പോകുന്നതാണ്. ലോവർ യൂട്രൈൻ സെഗ്മെൻറ്റിലാണ് അത് ഇംപ്രോപ്പറായിട്ട് ഇംപ്ലാന്റ് ചെയ്യപ്പെടുന്നത് അല്ലേ? അതിനാണ് നമ്മൾ പ്ലാസൻറ്റ പ്രീവിയ എന്ന് പറയുന്നത്. നേരെ മറിച്ച് അബ്രപ്ഷ്യോ പ്ലാസൻറ്റ എന്ന് പറഞ്ഞാൽ പ്ലാസൻറ്റയുടെ സ്ഥാനം ഓക്കെയാണ്, മുകളിലാണ്, പക്ഷേ അത് എന്താ പറയുന്നത്, ലേബർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പ്രിമച്വറായിട്ട് സെപ്പറേറ്റ് ആകുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, അബ്രപ്ഷ്യോ പ്ലാസൻറ്റ എന്ന് പറയുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് ആണ്. പ്ലാസൻറ്റ പ്രീവിയയിൽ അതിൻ്റെ ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ പെയിൻലെസ് ബ്ലീഡിങ് ആയിരിക്കും, ബ്രൈറ്റ് റെഡ് കളർ ബ്ലീഡിങ് ആയിരിക്കും ഉണ്ടാകുന്നത്. പ്ലാസൻറ്റ പ്രീവിയയിൽ വേദന ഉണ്ടാകത്തില്ല, കാരണം അത് താഴേന്ന് ഇളകുന്നത് കൊണ്ട്, അധികം നെർവ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് താഴെ ബ്ലീഡിങ് വേദനയില്ലാത്തതാണ്. ഫ്രഷ് ബ്ലഡ് ആയിരിക്കും പുറത്തോട്ട് പൊട്ടിയിട്ട് വരുന്നത്. അബ്രപ്ഷ്യോ പ്ലാസൻറ്റയിൽ രണ്ടും ഉണ്ടാകാം, എന്നാലും കൂടുതൽ സാധ്യത ഡാർക്ക് വജനൽ ബ്ലീഡിങ് ആയിരിക്കും, വേദന ഉള്ളതായിരിക്കും, പെയിൻഫുൾ ആയിരിക്കും. എടുത്ത് പറയേണ്ട ഒരു പോയിന്റ്. അപ്പോൾ ഇവിടുത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് പ്ലാസൻറ്റ പ്രീവിയയിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ലേബറിനോട് അടുപ്പിച്ചിട്ട് പ്ലാസൻറ്റ എവിടെ ഇരിക്കുന്നത്, നേരെ സെർവിക്സിന് മുകളിലായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? നമുക്കറിയാം, എന്താ പറയണ്ടേ, ലേബറിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ സെർവിക്സ് അല്ലേ ഡയലേറ്റ് ആകുന്നു. ഏതിന് കണക്ട് ചെയ്തിട്ട്, മുകളിൽ യൂട്രസിൻ്റെ കൺട്രാക്ഷനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പതുക്കെ സെർവിക്സ് ഡയലേറ്റ് ആകുകയാണ് ചെയ്യുന്നത്. സാധാരണയിൽ അങ്ങനെ ഡയലേറ്റ് ആയി വരുമ്പോഴത്തേക്ക് അല്ലേ, ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് ഡെലിവറി സംഭവിക്കുകയാണ്. കുഞ്ഞിൻ്റെ പാർട്സ് ഓരോന്നായിട്ട് ഡെലിവറി ചെയ്ത് പുറത്ത് വരികയാണ് ചെയ്യുന്നത്. ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്ലോക്കായിട്ട് എന്ത് കയറിയിരിക്കുക, പ്ലാസൻറ്റ കയറിയിരിക്കുക. പ്ലാസൻറ്റ അത്ര ഫ്ലെക്സിബിൾ അല്ല. സെർവിക്സ് ഡയലേറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് പതുക്കെ റപ്ചർ ആകാൻ തുടങ്ങും. ബ്ലഡ് വെസൽസ്, പ്രത്യേകിച്ച് മെറ്റേണൽ ബ്ലഡ് വെസൽസ് പൊട്ടിയിട്ട് ബ്ലഡ് പുറത്ത് വരും. അതിനാണ് എന്താ പറയുന്നത്, പ്ലാസൻറ്റ പ്രീവിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വജൈനൽ എക്സാമിനേഷനോ അതുപോലെയുള്ള യാതൊരുവിധ പ്രൊസീജിയേഴ്സോ ചെയ്യരുതെന്ന് പറയുന്നത്. കാരണം ഇതൊക്കെ സ്റ്റിമുലേഷൻസ് ആവും. വജൈനൽ എക്സാമിനേഷനൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റിമുലേഷനിലൂടെ പ്രോസ്റ്റാഗ്ലാൻഡിനൊക്കെ മറ്റേ ലോവർ യൂട്രൈൻ സെഗ്മെൻറ്റ് ഏരിയയിൽ നിന്നൊക്കെ മറ്റേ എന്താണ് പറയണ്ടേ, ഈ എന്താ പറയണ്ടേ, ഫീറ്റൽ മെംബ്രെയിൻസ് ഉണ്ടല്ലോ, അതൊക്കെ പതുക്കെ ഇളകുമ്പോഴത്തേക്ക് അതുവഴി പ്രോസ്റ്റാഗ്ലാൻഡിനൊക്കെ സെക്രീറ്റ് ചെയ്യപ്പെടുകയും അത് കൂടുതൽ ഓക്സിറ്റോസിനെയൊക്കെ സെക്രീറ്റ് ചെയ്യിപ്പിക്കുകയും ഓക്സിറ്റോസിൻ കൺട്രാക്ഷൻ ഉണ്ടാക്കുകയും പതുക്കെ സെർവിക്സ് ഡയലേറ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വജൈനൽ എക്സാമിനേഷനോ അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സോ ചെയ്യുന്നതിലൂടെ കൺട്രാക്ഷൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൺട്രാക്ഷൻസ് ഉണ്ടാക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, സെർവിക്സ് ഡയലേറ്റ് ചെയ്യപ്പെടുകയും പതുക്കെ പ്ലാസൻറ്റ റപ്ചർ ആകുകയും ചെയ്യും, ബ്ലീഡിങ്ങിൻ്റെ സാധ്യതകൾ കൂട്ടും. സോ അതുകൊണ്ട് വജൈനൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ വജൈനൽ അസസ്മെൻറ്റ് പ്ലാസൻറ്റ പ്രിവ്യൂ ഉള്ള പേഷ്യൻറ്റിൽ അബ്സല്യൂട്ട്ലി കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. ഓക്കെ, സോ പ്ലാസൻറ്റ പ്രിവ്യ ആൻസർ എന്താണ്, പ്ലാസൻറ്റ പ്രിവ്യ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. പേഷ്യൻറ്റ് വിത്ത് ബാക്ടീരിയൽ ന്യൂമോണിയ
The doctor orders antibacterial drug. What is the nurse first action before antibacterial drug administration? Okay, X-ray, sputum culture. Answer sputum culture വരുള്ളൂ. ഓക്കെ, അപ്പോൾ അതങ്ങനെ മനസ്സിലാക്കുക. പേഷ്യൻറ്റിന് ഇൻഫെക്ഷൻ ആണ് അല്ലേ, ഇൻഫെക്ഷൻ ആണ്. സോ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാനുള്ള പ്ലാനാണ്. സോ എപ്പോഴും നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുന്നതിന് മുമ്പ് കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് ചെയ്യണം. അതിലൂടെ നമുക്ക് ഓർഗാനിസം ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനനുസരിച്ചിട്ട് ഏത് ആൻറ്റിബയോട്ടിക് നമുക്ക് കൊടുക്കാം എന്നുള്ളത് മനസ്സിലാക്കാം. ചിലതിനോട് സെൻസിറ്റീവ് ആയിരിക്കാം അല്ലേ, ചിലതിനോട് റെസിസ്റ്റൻ്റ് ആയിരിക്കാം. ഇതൊക്കെ നമുക്ക് കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാം. സോ ഇവിടുത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഏത് ഓർഗാനിസം ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനനുസരിച്ചിട്ട് ഡ്രഗ് അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഫസ്റ്റ് ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം, കൾച്ചർ ചെയ്യണം. സോ എക്സ്റേ അല്ല ഇവിടുത്തെ ഇമ്പോർട്ടൻസ്, സ്പൂട്ടം കൾച്ചറാണ്. സോ ബി. അടുത്തോട്ട് വന്നാൽ നിയോനേറ്റ് ആഫ്റ്റർ ഡെലിവറി വിത്ത് മെക്കോണിയം ആസ്പിറേഷൻ. വാട്ട് ഈസ് ദ ഫസ്റ്റ് ആക്ഷൻ ഫോർ ദി നഴ്സ്? ഓക്കെ, മെക്കോണിയം ആസ്പിറേഷൻ സിൻഡ്രോം എന്നൊക്കെ പറയും. എന്താ സംഭവം എന്നറിയാമോ? കുഞ്ഞ് ജനിച്ചു അല്ലേ, നിയോനേറ്റ് ആണ്. ഡെലിവറിക്ക് ശേഷം മെക്കോണിയം ആസ്പിറേഷൻ ഉണ്ട്. എന്താണ് മെക്കോണിയം? മെക്കോണിയം എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ സ്റ്റൂളാണ് അല്ലേ. പ്രത്യേകിച്ച് ഫീറ്റൽ ലൈഫിലുള്ള സ്റ്റൂളിനെയാണ് നമ്മൾ മെക്കോണിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ എന്താ, കുഞ്ഞൊന്നും കഴിക്കുന്നില്ലല്ലോ. നമുക്കറിയാം യൂട്രസിനകത്ത് കുഞ്ഞൊന്നും കഴിക്കുന്നില്ല. കൂടിപ്പോയാലെന്നല്ല, കുഞ്ഞ് കിടക്കുന്ന എന്താണ് പറയുന്നത്, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അല്ലേ, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് സ്വോളോ ചെയ്യുന്നുണ്ട്. ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡിനകത്ത് കുഞ്ഞിൻ്റെ തന്നെ എക്സ്ഫോളിയേറ്റഡ് സെൽസും സോഡിയം പൊട്ടാസ്യം പോലുള്ള സംഭവങ്ങളും വളരെ കുറച്ച് ന്യൂട്രിയൻ്റ് വാല്യൂ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയ്ക്കൊരു വലിയ സ്റ്റൂളൊന്നും ഇല്ല എന്ന് പറയാം. ഇനി ഒരു കാര്യം അവിടെ മനസ്സിലാക്കേണ്ടത്, സാധാരണഗതിയിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഞ്ഞാണെങ്കിൽ ഒരിക്കലും കുഞ്ഞിൻ്റെ സ്റ്റൂൾ അല്ലെങ്കിൽ മെക്കോണിയം ഈ കുഞ്ഞ് കിടക്കുന്ന വെള്ളത്തിലോട്ട്, എന്താ പറയുക, അമ്നിയോട്ടിക് ഫ്ലൂയിഡിലോട്ട് അത് പാസ് ചെയ്യപ്പെടാറില്ല. പക്ഷേ ഒരു സാഹചര്യത്തിൽ എന്ന് വെച്ചാൽ എന്താ പറയണ്ട, കുഞ്ഞിന് ഡിസ്ട്രെസ് ഉണ്ടായാൽ, ഫീറ്റൽ ഡിസ്ട്രെസ് എന്ന് പറയും അല്ലേ, അതിനെ ഫീറ്റൽ ഡിസ്ട്രെസ് ഉണ്ടാകുമ്പോൾ ആണ് ഈ മെക്കോണിയം പാസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കും. ഈ എന്താ പറയുന്നത്, അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ കളർ നോക്കിയിട്ട് അല്ലേ, മെക്കോണിയം സ്റ്റെയിൻഡ് ആയിട്ടുള്ളതാണെങ്കിൽ അല്ലെ ഗ്രീൻ കളർ അല്ലേ, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കും. ഇത് വേറൊരു ക്വസ്റ്റനിൽ നിങ്ങൾക്ക് കിട്ടിയേക്കാം. ഫീറ്റൽ ഡിസ്ട്രെസ് ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. സാധാരണ ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞ് അങ്ങനെ സംഭവിക്കില്ല. ഫീറ്റൽ ഡിസ്ട്രെസ് ഉണ്ടാകുമ്പോഴാണ് മെക്കോണിയം അമ്നിയോട്ടിക് ഫ്ലൂയിഡിലോട്ട് എത്തുന്നതെന്ന് പറയുന്നത്. ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കലർന്ന മെക്കോണിയം ആസ്പിറേറ്റ് ചെയ്യപ്പെട്ട ലങ്സിലോട്ട് പോകുന്നതിനെയാണ് മെക്കോണിയം ആസ്പിറേഷൻ സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. പ്രശ്നമാണത്. കുഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് എയർവേ ക്ലിയർ ആയിരിക്കണം, കുഞ്ഞിന് ശ്വാസം എടുക്കണം അല്ലേ. അതുവരെ എന്ന് പറഞ്ഞാൽ പ്ലാസൻ്റയിൽ കൂടെയാണ് കുഞ്ഞിന് ഓക്സിജൻ കിട്ടിക്കൊണ്ടിരുന്നത്. അത് അവസാനിച്ചു, കുഞ്ഞ് പുറത്തു വന്നു. ഇനി നമ്മളെടുക്കുന്ന പോലെ മൂക്കിലൂടെ അല്ലെങ്കിൽ വായിലൂടെ ശ്വാസം എടുത്ത് ലങ്സിലോട്ട് എത്തിക്കണം, എന്നാലേ കുഞ്ഞിന് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. കുഞ്ഞിനെ നമ്മൾ ആദ്യത്തെ കരച്ചിലൂടെ നമ്മൾ ശ്വാസം എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ എയർവേസിൽ കയറിയിട്ട് ഈ മെക്കോണിയം കയറി അടഞ്ഞിരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബ്ലോക്ക് ഉണ്ടാകത്തില്ലേ, എയർവേ ബ്ലോക്കായി പോവും അല്ലേ. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഓക്സിജൻ കൊടുക്കുക എന്നുള്ളതാണോ? ഓക്സിജൻ പോകാൻ വഴി വേണ്ടേ? സോ ആദ്യം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്, എയർവേ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ പ്രിയോറിറ്റി. എന്ന് വെച്ചാൽ സക്ഷൻ ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ പ്രിയോറിറ്റി. ഇനി വേറൊരു സാഹചര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞില്ല, ഇനിയൊരു ക്വസ്റ്റ്യനിൽ ഇനി ഇങ്ങനെയുള്ള ചോദിക്കാം, അങ്ങനെ ചോദിക്കാറുണ്ട്. നിയോനേറ്റ്സിൽ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ കുഞ്ഞിന് സക്ഷൻ ചെയ്യണം, അത് പ്രിയോറിറ്റിയാണ്. അപ്പോൾ ആദ്യം എവിടെയാണ്, മൗത്താണോ നോസാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ മനസ്സിലാക്കുക, മൗത്തിലാണ് ആദ്യം. ഓക്കെ, ഫസ്റ്റ് മൗത്ത് ദെൻ നോസ്, ആ ഒരു രീതിയിലൂടെ ക്വസ്റ്റ്യൻ വന്നേക്കാം. സോ ഇവിടുത്തെ കാര്യം നിങ്ങൾക്ക് കണക്റ്റായി. മെക്കോണിയം ആസ്പിറേഷൻ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളിൽ ഫസ്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ സക്ഷൻ ചെയ്യുക എന്നുള്ളതാണ്. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഞാൻ വീണ്ടും പറയുകയാണ്, അവിടെ എ ബി സി ഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷനൊന്നും ഇല്ലാതെ 2 ഓപ്ഷനേ ഉള്ളത്. മനസ്സിലാകുന്നുണ്ടോ? ഓർത്തെടുക്കാൻ പറ്റുന്നത് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാനതാ പറഞ്ഞത്. നമ്മൾ സാധാരണ ചിലപ്പോൾ നമ്മൾ നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എടുത്തുകൊണ്ട് വരും, അതൊരു സ്റ്റാൻഡേർഡ് ഫോമിലുള്ളതായിരിക്കും. പക്ഷേ ഇത് മെമ്മറി ബേസ്ഡ് ആണ്, ഓർമ്മയുള്ളത് എവിടുന്നോ എഴുതി കിട്ടുന്നതാണ്. അത് തന്നെ ഭാഗ്യം അല്ലേ, അങ്ങനെ ചിന്തിക്കാം. അടുത്തത്, ചൈൽഡ് ഹാസ് പെയിൻ ഓൺ ദി റൈറ്റ് സൈഡ്. റൈറ്റ് സൈഡ് എന്ന് ഡയറക്റ്റ് എഴുതിയേക്കാണ്, അബ്ഡോമിനൽ. ഓക്കെ, റൈറ്റ് ലോവർ ക്വാഡ്രന്റ് എന്നാണ് ശരിക്കും വരേണ്ടത്. അത് അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ ക്വസ്റ്റ്യനിൽ വന്നത്, പക്ഷേ ഇവിടെ എഴുതിയേക്കുന്ന റൈറ്റ് സൈഡ് എന്നേ ഉള്ളൂ. കാരണം ആൻസർ അവിടെ വന്നേക്കുന്നതായിട്ട് ഞാൻ കണക്ട് ചെയ്തേക്കുന്ന ഫീവർ ആൻഡ് സ്വെല്ലിംഗ് ഇൻ ദി അബ്ഡോമൻ ആൻഡ് ഇൻക്രീസ് WBC. ഏത് അസുഖമാണ് സസ്പെക്ട് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഗ്യാസ്ട്രൈറ്റിസ് ആണോ, സ്റ്റൊമറ്റൈറ്റിസ് ആണോ, അപ്പൻഡിസൈറ്റിസ് ആണോ, ഡൈവർട്ടിക്കുലൈറ്റിസ് ആണോ? ഓക്കെ, ഡൈവർട്ടിക്കുലൈറ്റിസ് റൈറ്റ് സൈഡിലല്ല, ലെഫ്റ്റ് ലോവർ ക്വാഡ്രന്റിലാണ് വരുന്നത് അല്ലേ. ഗ്യാസ്ട്രൈറ്റിസ് ഒക്കെ മുകളിലാണ്, എപ്പിഗ്യാസ്ട്രിക് റീജിയനിലാണ് വരുന്നത്. സ്റ്റൊമറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മുടെ മൗത്തിലുള്ള പ്രശ്നമാണ്, ഇൻഫ്ലമേഷനാണ്. അപ്പോൾ ഇവിടെ അപ്പൻഡിസൈറ്റിസ് ആണ് കണക്റ്റ് ആവുന്നത്.
എന്താണെന്നറിയാലോ അപ്പൻഡിസൈറ്റിസ്? അപ്പൻഡിക്സ് വരുന്നത് വെർമിഫോം അപ്പൻഡിക്സ് എന്ന് പറയും. റൈറ്റ് ലോവർ ക്വാർട്ടറിലാണ് വരുന്നത്. ആ പെയിനായിട്ടാണ് അവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. എവിടെ? നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈൻ അവസാനിക്കുന്ന ഇലിയം, അത് കഴിഞ്ഞിട്ട് നമ്മുടെ സീക്കം തുടങ്ങുകയാണ് ലാർജ് ഇൻഡസ്റ്റൈൻ്റെ. ആ ഭാഗമൊക്കെ വരുന്നത് നമ്മുടെ റൈറ്റ് സൈഡിൽ അബ്ഡോമിന് താഴെയായിട്ടാണ് വരുന്നത്. ശരിയല്ലേ? സോ ആ സീക്കത്തിൽ താഴോട്ടുള്ള ഒരു ബ്ലൈൻഡ് എൻഡ് ട്യൂബിനെയാണ് നമ്മൾ വെർമിഫോം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നല്ലോ, ഒരു പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല വലുതായിട്ട്. കുറച്ച് ലിംബോഡി ടിഷ്യൂ ഒക്കെ ഉണ്ട് അതിനകത്ത്. ചെറിയ രീതിയിൽ ഇമ്മ്യൂണിറ്റി ഒക്കെ ആ ഭാഗത്ത് കൊടുക്കുമെന്നല്ലാതെ അത്ര വലിയ പ്രാധാന്യമൊന്നും നമ്മുടെ ശരീരത്തിലില്ല. പക്ഷേ ഇൻഫെക്ഷനൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ആയി കഴിഞ്ഞാൽ പണി തരികയും ചെയ്യും. കാരണം ഇത് പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ലെയർ ഉണ്ടല്ലോ, എന്താ പറയുക, പെരിട്ടോണിയത്തിലോട്ടാണ് പോകുന്നത്. പെട്ടെന്ന് ഇൻഫെക്ഷൻ ഇൻഫ്ലമേഷൻ അങ്ങോട്ട് ബാധിക്കുകയും ഒരുപക്ഷെ അവിടുന്ന് അത് ഷോക്കിലോട്ടൊക്കെ, സെപ്റ്റിക് ഷോക്കിലോട്ടൊക്കെ പോയി ആൾ മരിക്കാനുള്ള സാധ്യത വരെയുണ്ട്. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്ത ഉടനെ തന്നെ സർജറി ചെയ്യുന്നത് അപ്പൻഡിസൈറ്റിസിൽ. സോ മനസ്സിലാക്കുക, ആ അപ്പൻഡിക്സിനുണ്ടാകുന്ന ഇൻഫെക്ഷൻ ഇൻഫ്ലമേഷൻ പറയുന്ന പേരാണ് അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നത്. അവിടുത്തെ മെയിനായിട്ടുള്ള സിംറ്റംസ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വേദന, റൈറ്റ് ലോവർ ക്വാർട്ടറൻ പെയിൻ ആണ്. മക്ബേണീസ് പോയിന്റ് എന്ന് പറയുന്നത് ഇടയ്ക്ക് അവിടെയാണ് കൂടുതലായിട്ട് വേദന കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ അംബിലിക്കസിനും റൈറ്റ് ഇലിയാക് ഫോസൈൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഏകദേശം അതിൻ്റെ മിഡ് പോയിന്റിൽ വരും. മക്ബേണി പോയിന്റ് എന്ന് പറയും. പെയിൻ അവിടെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ലോ ഗ്രേഡിൽ ഫീവർ ഉണ്ടാകും. പിന്നെ വേറെന്താണ്, ഇത് റപ്ചറായി കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ. അതിന് മുമ്പൊരെണ്ണമുണ്ട്, മറ്റേ റീബൗണ്ട് ടെൻഡർനെസ്, വയറിൽ അമർത്തിയിട്ട് വിടുമ്പോൾ വേദന ഉണ്ടാവും. അതൊക്കെ ചോദ്യം കിട്ടിയേക്കാവുന്നതാണ്. അബ്ഡോമിനൽ റിജിഡിറ്റി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ റപ്ചറായി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ കോംപ്ലിക്കേഷനാണ് അപ്പൻഡിസൈറ്റിസിൻ്റെ പെരിട്ടോണൈറ്റിസ് എന്ന് പറയുന്നത്. സോ അത് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. പെട്ടെന്ന് റപ്ചറായി കഴിഞ്ഞാൽ കാണിക്കുന്ന ഒരു ഫീച്ചറാണ് വേദനയ്ക്കൊരു റിലീഫ് ഉണ്ടാകുകയും അബ്ഡോമിനൽ പെയിന് സബ്സിക്വൻ്റ്ലി അത് ഇൻക്രീസ് ആവുകയും ചെയ്യും. വേദന ഭയങ്കരമായിട്ട് കൂടുകയും ചെയ്യും. അത് സൂചിപ്പിക്കുന്നത് അത് പൊട്ടിയെന്നാണ്, അപ്പൻഡിക്സ് പൊട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് പെയിൻ കില്ലേഴ്സ് ഒന്നും കൊടുക്കരുതെന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഈ ഒരു എന്താ പറയുന്നത്, ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഉണ്ടല്ലോ പൊട്ടിക്കഴിഞ്ഞാലുള്ള, അത് മനസ്സിലാക്കാൻ പറ്റില്ല. അതിനെ മാസ്ക് ചെയ്ത് കളയും. അതുകൊണ്ടാണ് പെയിൻ കില്ലേഴ്സ് കൊടുക്കരുത്. അതുകൊണ്ടാണ് വേറൊരു കാര്യം, എനിമ കൊടുക്കരുതെന്ന് പറയുന്നതിൻ്റെയും റീസൺ ഇത് തന്നെയാണ്. പൊട്ടാനുള്ള, റപ്ചർ ആകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട്. ഓക്കെ, ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് കണക്ട് ചെയ്യാൻ. എന്തായാലും ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടേ, WBC ഇൻക്രീസ് ആവും അല്ലേ, ഇൻഫെക്ഷൻ ആണ്, WBC കൗണ്ട് കൂടും, ഞാനത് പറഞ്ഞില്ല എന്ന് തോന്നുന്നു. പിന്നെ ഫീവർ, റൈറ്റ് സൈഡഡ് പെയിൻ. സോ ഇതൊക്കെ കണക്ട് ചെയ്യുന്നത് ഓപ്ഷൻ സി അപ്പൻഡിസൈറ്റിസ് ആണ്. അപ്പോൾ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ജോയിൻ ബട്ടൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. അതിനകത്തിൽ സ്പെഷ്യൽ വീഡിയോസ് ആഡ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുന്നവർക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന വീഡിയോസാണ് ഞാൻ ചെയ്ത് അതിനകത്ത് ഇടുന്നത്. ഓൾറെഡി ഒരു കംപ്ലീറ്റഡ് ലെവലുണ്ട്, സിൽവർ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഗോൾഡ് ലെവലിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സുകളൊക്കെ ഓരോ സബ്ജക്റ്റുകൾ വൈസായിട്ട് ചെയ്യുന്ന ഗോൾഡൻ പോയിൻറ്റ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഗോൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ലെവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 4-5 പാർട്ട് നമ്മളിപ്പോൾ ഓൾറെഡി അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതിലാർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതിനകത്തിൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. മറ്റൊരു കാര്യം, നമുക്കൊരു ടെലഗ്രാം സ്റ്റഡി ഗ്രൂപ്പുണ്ട് പബ്ലിക് ആയിട്ടുള്ളത്. സോ അതിനകത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്.